റയലിനെ തരിപ്പണാക്കിയിട്ട് ആസ്നൽ സെമി ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ്. 2-1 എന്നുള്ള സ്കോർ ലൈനിൽ നിന്ന് വിജയിക്കേണ്ടായിരുന്നു. 5-1 എന്നുള്ള ടോട്ടൽ അഗ്രിഗേറ്റ് ആസ്നൽ റയലിനെതിരെ നേടിയെടുക്കേണ്ടായിരുന്നു. PSG ആണ് അവരെ സെമി ഫൈനൽ എതിരാളികൾ. ഇന്നത്തെ ഗെയിമിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ വളരെ പാസീവായിരുന്നു റയൽ മാഡ്രിഡ്. എൻറ്റയർ ടീം ടോട്ടലി അറ്റാക്കിംഗ് നിരയായാലും അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ആയാലും ഒരുപാട് പാസീവായിരുന്നു. സെൻട്രലായിട്ടുള്ള സോണുകളിൽ നിന്ന് ക്രിയേറ്റിവിറ്റിയും പെനട്രേഷനും എല്ലാം ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ സെയിം പാറ്റേൺ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടായിരുന്നു, ക്രോസസ് ഇൻ ടു ദ ബോക്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്കൊരു ഏരിയൽ ത്രെറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ആസ്നലിൻ്റെ ഡിഫൻഡേഴ്സ് ആണെങ്കിൽ ഒരു മൂവ്മെൻറ്റും അവർക്ക് ചെയ്യേണ്ട വന്നിരുന്നില്ല. അവരെ സോൺ വിട്ട് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം അവർക്ക് വന്നിരുന്നില്ല. കാരണം റയൽ മാഡ്രിഡ് അറ്റാക്കേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് മിനിമലായിരുന്നു. ഇനി ആസ്നലിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഇന്ന് അവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ ഒരു ഗോളും അവർ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ എൻറ്റയർലി ഒരു കിടിലൻ പെർഫോമൻസ് ആയിട്ട് ആസ്നൽ കടന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻസ് പറയാം, നിങ്ങളുടെ വിലയിരുത്തലുകൾ പറയാം, ഇന്നത്തെ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും താഴെ കോമൻസിൽ രേഖപ്പെടുത്താം. താങ്ക് യു.